ഫ്രണ്ട്സ്, ഇതെന്തൊക്കെയാണെന്നല്ലേ നിങ്ങളിപ്പോൾ നോക്കുന്നത്? നമ്മുടെ കൊയിലാണ്ടിയുടെ ഒരു വലിയ ഉത്സവം തന്നെയായിട്ടുള്ള ഗോതമംഗല ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്കാട്ടമാണ്. അപ്പം നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള ചന്തയിപ്പോൾ വാങ്ങിച്ചത് 2 പാക്കറ്റ് കോയിലപ്പവും അതുപോലെ തന്നെ 2 പാക്കറ്റ് മുറുക്കും. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു പാക്കറ്റായിട്ട് ഒരു പൊരി വാങ്ങിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈത്തപ്പഴം മേടിച്ചു. ഈത്തപ്പഴം പൊരിയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹൽവ മേടിച്ചു. അപ്പം അത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ സെക്ഷൻ കഴിഞ്ഞു. അമ്മ വാങ്ങിച്ച ഓരോ സാധനങ്ങളുടെ സെക്ഷൻ കഴിഞ്ഞു. അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളുടെ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ സെക്ഷനാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പം എൻ്റെ സെക്ഷനിൽ ഞാൻ മേടിച്ചിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ബൗൾസ് ആയിട്ടുള്ള മിഠായി 2 പാക്കറ്റ് വാങ്ങിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളത് കൊണ്ടാണ്. ഇനി ഈ മിഠായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. ഞാനിത് അതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടപ്പോൾ ഈ 2 മിഠായിട്ട് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു കോയിൻ്റെ മിഠായിരുന്നു. അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയില്ല, കാരണം അത് എവിടെ വെച്ച് വരുന്നു. ഇത് ഞാൻ വള മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വള ഞാൻ മേടിച്ചു. പിന്നീട് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു നെക്ലേസ് അല്ല, സോറി, ഒരു കുഞ്ഞു മാലയാണ് കേട്ടോ. ഒരു സിൽവർ കളറിൽ മാലയാണ്. റോസ് ഗോൾഡ് വാങ്ങിച്ചിട്ടും അതുപോലെ തന്നെ തിരൂര് വാങ്ങിച്ചിട്ടും ഒക്കെ തന്നെ എനിക്ക് ഈ സിൽവർ വാങ്ങിക്കണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. സിൽവറിൻ്റെ മാലയും ഞാൻ മേടിച്ചു. സിൽവറിൻ്റെ മാലയും കൂടി മേടിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ടിക്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ്. ടിക്റ്റിക്കിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിക്ക് വന്നിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് സ്റ്റാർസ് നിറച്ചിട്ടുള്ള ഒരു ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റോസിൻ്റെ പിക്കുള്ള ഒരു ടിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടിക്ക് ഉണ്ടാവുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും എൻ്റെ സെക്ഷനും കഴിഞ്ഞു കേട്ടോ. ഈ ക്യൂട്ടുള്ള ടിക്ക് കൂടെ അങ്ങനെ ഞാൻ 2 പേരുടെ സെക്ഷൻ കഴിഞ്ഞു. ഈ വള ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ്, കാരണം ഈ വള വാങ്ങിച്ച ചന്തയിൽ നല്ലതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വള അങ്ങനെ മേടിക്കാതിരുന്നത്. ഇനി നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞാൻ അവിടെ പോയിട്ടെടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. കളർ മാറി വരുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ധാരാ നിർമ്മിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളിലേക്കൊക്കെ കയറി വരും കേട്ടോ. അത്രയും ഭംഗിയായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഭംഗി നോക്കിയിട്ടൊന്നും ആർക്കും, നമ്മുടെ കൊയിലാണ്ടിയിൽ തന്നെ വളരെ വലിയൊരു ഉത്സവം എന്ന് വേണം ഇതിനെ പറയാനായിട്ട് കേട്ടോ. അപ്പം ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സമയം, എത്ര ചെയ്ത്, എത്ര അധ്വാനിച്ചെന്നുള്ള മനസ്സിലാവത്തില്ല. രാവിലെ പോയാൽ ഇതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം അത് വലിച്ച് കെട്ടി കുടുക്കി ചെയ്ത് വെച്ചതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കണ്ടാലേ വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അത്രയും നല്ല രീതിയിലാണ് അവരത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ എന്ത് ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊയിലാണ്ടിയെ തന്നെ അവർ ഭയങ്കരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാമോ കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് തരത്തിലുള്ള കളേഴ്സ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അയ്യപ്പൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. ശിവൻ്റെയും പാർവതീൻ്റെയും അങ്ങനെ ഒരുപാട്, വിഷ്ണുവിൻ്റെ ഒക്കെ ഫോട്ടോ ഇങ്ങനെ മാറി വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ടൈം നിൽക്കാത്തത് കൊണ്ട് തന്നെ അതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ പോയപ്പോഴായിരുന്നു അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒരുപാട് നേരം നിൽക്കാത്തത് കൊണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും അച്ഛനും അമ്മയും കൂടി വേഗം പോയി ചന്തയിലൊക്കെ പോയി കറങ്ങി ഇതൊക്കെ കണ്ട് ഫോട്ടോ എടുത്ത് അമ്പലത്തിൽ പോയി തൊഴുത് ഒക്കെ ചെയ്ത് ഇന്നലെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും കഴിഞ്ഞ് എല്ലാവർക്കും ബൈ.